സ്ലോസ് യോഹന്നിസ്ബുർഗിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മ്യൂസിയത്തിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടാലോ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. ലൂക്കാസ് ക്രണ ദി എൽഡർ എന്ന പ്രശസ്ത ചിത്രകാരന്റെ ഒറിജിനൽ പെയിന്റിങ്സ് ആണ് ഇതെല്ലാം. ക്രിസ്തീയ മതചിത്രങ്ങളും രാജകീയ പോർട്രേറ്റുകളും ആണ് ഇവിടെ ഉള്ളത്. പ്രകൃതിയിൽ നിന്ന് ലഭിച്ച ധാതുക്കളും സസ്യങ്ങളും ഉപയോഗിച്ചാണ് കളർ നിർമ്മിച്ചിരിക്കുന്നത്. പല കാലങ്ങളിലായി ഉണ്ടായിരുന്ന ബിഷപ്പുമാർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളാണിത്. ഇതാണ് പള്ളിയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെയർ കേസ്. നമ്മൾ എല്ലാവരും കൂടി പള്ളി കാണാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി. ഇതായിരുന്നു ഈ കൊട്ടാരത്തിലെ ചാപ്പൽ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നല്ല കാമാൻ ക്വയറ്റായിരുന്നു. ഞങ്ങൾ കുറച്ചുനേരം അവിടെ ഇരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നതിന്റെ ശേഷിപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇറ്റലിയിലെ കൊളോസം അടക്കം എല്ലാ പ്രധാനപ്പെട്ട നിർമ്മിതികളുടെയും മോഡലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം വിശദമായി കണ്ട് മെല്ലെ നടന്നു. ഇതായിരുന്നു അന്നുണ്ടായിരുന്ന മീറ്റിംഗ് ഹാൾ. ഇത് അന്ന് നിർമ്മിച്ചൊരു വസ്ത്രമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർക്കപ്പെട്ട ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, അന്നുണ്ടായിരുന്ന ബിഷപ്പുമാർ ഉപയോഗിച്ച മുറികൾ, അവരുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമായി തോന്നുന്നില്ലേ? ഇതെല്ലാം വളരെ മനോഹരമായിരുന്നു. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ കാണാൻ ഭാഗ്യം ലഭിച്ചു. ഇതൊക്കെ അന്നുള്ള പോലെ തന്നെ കാത്തു സൂക്ഷിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ അതൊക്കെ കണ്ട് മെല്ലെ മെല്ലെ നടന്നു നീങ്ങി. ഇതൊക്കെ എത്ര കണ്ടാലും തീരില്ല. അവിടെ ഉണ്ടായിരുന്ന വെള്ളിപ്പാത്രങ്ങളൊക്കെ കണ്ടു. ഇതെല്ലാം കണ്ട് നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. വല്ലാതെ വിശന്നപ്പോൾ അടുത്ത കടയിൽ നിന്ന് ഒരു ബർഗർ വാങ്ങിക്കഴിച്ചു. അങ്ങനെ വിശപ്പ് മാറി തിരിച്ചുള്ള ട്രെയിൻ പിടിച്ചു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.